ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പാർവി പേടിച്ചു ഞങ്ങള്. ഹലോ ഗൈസ്. അപ്പോ നമ്മൾ ഇന്ന് ഒരുങ്ങി വന്നിരിക്കുന്നത് എവിടത്തേക്കാണ് നിങ്ങൾക്ക് സൗണ്ട് കേട്ടപ്പോ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ ഒരു കടൽ തീരത്താണ് വന്നത്. ഞാൻ ഓറഞ്ച് കളറേ. ഇതാണ് ഞങ്ങളുടെ ചെമ്പരിക്ക ബീച്ച്. ഞങ്ങൾ ചെമ്പരിക്ക ബീച്ചിൽ എന്താ വന്നതെന്ന് വെച്ചാല് ഡാൻസ് എടുക്കാൻ. ഒരുപോലുള്ള ഡ്രസ്സാ ഞങ്ങൾ കണ്ടോ? ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കൊറേ ഡാൻസ് വീഡിയോസിൽ മുന്നേ ഡ്രസ് ഇട്ടിട്ടുണ്ട്. സുമതി വളവ് വേണ്ട. പിന്നെ മലയുടെ മൂളുന്ന കടലും അതാ ചോപ്പ്. അത് ഇതല്ല മോളെ. അപ്പോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഡാൻസ് എടുക്കുന്ന കുറച്ച് BTS ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഡാൻസ് എടുക്കുമ്പോൾ നമ്മളോട് കുറെ ആള് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കലുണ്ട്, നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് ഇടും. അപ്പൊ നമുക്കത് യൂട്യൂബ് വീഡിയോ ആയിട്ട് എടുക്കാം. എങ്ങനെയുണ്ട് ഒരു ചേച്ചി? പിന്നെ നമ്മൾക്ക് അങ്ങനെ കിട്ടാറില്ല, നമ്മൾ ഒറ്റ ടേക്കിൽ തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ കാണും എത്ര ടേക്ക്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. കുറച്ചുകൂടി ലേറ്റ് ആയി ഇനി വെയില് വരും. അപ്പൊ നമുക്ക് വേഗം വീഡിയോ എടുക്കാം. ഓക്കെ, ചേച്ചി പഠിക്കുന്നുണ്ട്. പാർവി വെറുതെ വായി നോക്കി നിൽക്കുന്നുണ്ട്. ഉറങ്ങിയ പല്ലോലും തേച്ചിട്ടില്ല പറയുക. ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിനറിയാം. ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിന്നാ മതി. അപ്പൊ നമുക്ക് ഞാൻ ലൈറ്റ്സ് നോക്കുന്നേ ആക്ച്വലി എവിടെയുള്ളത്. ഫുഡ് കഴിച്ചല്ലേ ചേച്ചി? ഈ ആംഗിളിലെ ലൈറ്റ്സ് നമുക്ക് അങ്ങനെ എടുക്കാം. അങ്ങോട്ട്. അപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ റെസ്റ്റ് ആണ്. പാർവി അവിടെ എന്തോ എഴുതുന്നുണ്ട്. എന്തെന്ന് ആരെ പേരെന്തോ എഴുതുന്നുണ്ട്. രസിച്ച് സൂക്ഷിച്ചു. നിങ്ങളൊന്ന് തയ്പ്പിച്ചു വെച്ചോട്ടാ. ഒരു വീഡിയോ എടുത്തപ്പോഴേ ഇട്ട പുട്ടിയെല്ലാം ഒലിച്ചുപോയി. പിന്നെന്താ, രണ്ടാമത് പുട്ടിയിടാനുള്ള സാധനമില്ല. അങ്ങനെ പിഴിഞ്ഞ് മറ്റേ നമ്മൾ ഈ ഡ്രസ്സ് ഇലക്കി പിഴിയൂലേ, പിഴിയുമ്പോ ഡ്രസ്സിന്റെ ഒരു അവസ്ഥയിലുള്ളത്. കാരണം ഈ പൂഴിന്ന് കളിക്കാൻ നമുക്ക് കൂടുതൽ എനർജി വേണം. മണ്ണിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാലെല്ലാം സ്ലിപ്പായി പോകുന്നു ഡാൻസ് കളിക്കുമ്പോ. ഇനി 2 എടുക്കാണ്ട്. 1 എടുത്തു. 2 എടുക്കട്ടെ കേട്ടാ. എന്നിട്ട് നമുക്ക് മുട്ടേന്ന് ജ്യൂസ് കുടിക്കാം. മുട്ടേന്ന് ജ്യൂസ് കുടിച്ചിട്ട് വന്നാലോ? എന്നിട്ട് ആദ്യമത്തെ കളിച്ചാലോ? കാരണം നോക്കാം ഗൈസ്. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ ബീച്ചിൽ വെറുതെ ഇങ്ങനെ വന്നിരിക്കണം. വൈകുന്നേരം വന്നിന്. പക്ഷെ വീഡിയോ എടുത്തിട്ടാ. അതന്നെ കൊറേ ബോട്ടുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നത്. നമ്മളെ ചെമ്പരിക്ക ബീച്ച് വൈകുന്നേരം ആകുമ്പോ ഇവിടെ ഒരു മനുഷ്യന് കാലുകുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അത്രക്ക് ആൾക്കാരായിരിക്കും. വലിയ തിരയാ വരുന്ന. പാർവി എണീച്ചേ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീഡിയോ എടുത്ത് നെക്സ്റ്റ് സ്പോട്ടിലേക്കാട്ടോ പോയത്. അവിടെ കുറച്ചൊരു തണൽ കിട്ടിയപ്പോൾ ഞങ്ങൾ അടുത്ത ഡാൻസിനുള്ള സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇത് ഏത് ഡാൻസാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നോന്നൊന്ന് നോക്കട്ടെ. ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യും. അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡാൻസാണ്. നമ്മൾ ആക്ച്വലി ഞാൻ രസിച്ച് മാത്രമാണെങ്കിൽ സ്പോട്ടിലാണ് കൊറിയോഗ്രഫി ചെയ്യല്. അമ്മയാണെങ്കിലാണ് നമ്മൾ കുറച്ചുകൂടി ടൈം എടുക്കാറ്. നമുക്ക് പഠിക്കാൻ കുറച്ച് സമയം അധികം എടുക്കും. ഞാൻ രസിച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാറുണ്ട്. പിന്നെ അമ്മക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. അമ്മേൻ്റെ ഡാൻസിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. ഞങ്ങൾക്കതിൽ ഭയങ്കര സന്തോഷമാണ്. അമ്മേനെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇനിയും നിങ്ങൾ ഒരുപാട് അമ്മേനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ 3 ഡാൻസാണ് ഇന്ന് ആക്ച്വലി എടുക്കാൻ വേണ്ടി പോയത്. 3 നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു 45 മിനിറ്റ്സിൽ നമ്മൾ 3 ഡാൻസ് എടുത്തു. 3 സ്ഥലത്തുനിന്ന് എടുക്കാൻ നമ്മളിങ്ങനെ സ്പോട്ട് തേടി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ വീഡിയോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനും രസീച്ചും കൂടെ ഇങ്ങനെ നടന്ന് എവിടെയാണ് ആംഗിൾ ശരിയുള്ളത്, ലൈറ്റ്സ് എവിടെയാണ് ശരിയുള്ളത് എന്നൊക്കെ നോക്കി സെറ്റായി. ഞങ്ങളങ്ങനെ ഒരു 45 മിനിറ്റ്സിൽ 3 ഡാൻസും എടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി 3 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തു. 3 വീഡിയോസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒരു മാസത്തേക്ക് നമ്മൾ ഇനി റെസ്റ്റ്. ഞാനും റെസ്റ്റ് തന്നെ. എനിക്ക് റെസ്റ്റ് അല്ല. ഇവരൊക്കെ റെസ്റ്റ് എടുക്കാൻ പോണ കഴിച്ച് ഞാൻ കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്റെ ഒറ്റക്കിട്ട് ഇവര് പോവാണ്. ട്രിപ്പ് പോവാ.
ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവര് പോട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇവളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ തീരെ രോദനം. എന്റെ ഇവര് ഗാർഹിക പീഡനം. അപ്പൊ ഗൈസ് ജമ്പനും തുമ്പനും കൂടെ ഇറങ്ങുകയാണ്. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിട്ടല്ല ഗാർഹിക പീഡനം. അപ്പൊ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി മുട്ട ബേക്കറി കാണിച്ചു തരാം. ഓക്കെ, ആ കുപ്പി ഉണ്ടാവും അവിടെ ലൈമിന്റെ. സോഡ, ജീരകം, ജീരക ടേസ്റ്റ്. എന്റെ ജിം ട്രെയിനർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചെയ്യണം. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ, അപ്പൊ കഴിക്കാലോ. കഴിച്ചിട്ടാ നല്ല ചൂട്. ജസ്റ്റ് നമ്പർ 3 ഓൺ സ്റ്റേജ്. മല്ല തിന്ന് ആ മറ്റൊരു കോമഡി ഇല്ലേ, മല്ല തിന്ന് കാണും. ഇതിന്റെ കളറൊക്കെ കാണുമ്പോ കൊതിയാവുക. കൊള്ളാം. ഇനി ഈ മധുരയിൽ നിന്നും ആദ്യം വെള്ളം കുടിക്കാൻ തോന്നും. അപ്പൊ ജസ്റ്റ് നമ്പർ 4 വരും. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തിയിട്ട് നൈറ്റിയിലേക്ക് മാറി ഗൈസ്. മോസ്റ്റ് കംഫർട്ടബിൾ ഡ്രസ് ഓൺ ദി എർത്ത്. പണ്ട് ഞാൻ അമ്മയെല്ലാം നൈറ്റ് ഇടുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ വലുതായാല് ഒരിക്കലും ഞാൻ നൈറ്റ് ഇടൂലാണ്. പക്ഷെ ഞാൻ വലുതായി ഡെലിവറിക്ക് ശേഷം പിന്നെ ഈ നൈറ്റിൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് അതിന്റെ സുഖം കിട്ടിയല്ലോ. നമ്മൾ വേറെ ഒരു നൈറ്റ് ഡ്രസ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യില്ല. അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്ക് ഇറ്റു എണീറ്റുണ്ടായിനി. ഗുഡ് മോർണിംഗ് ഇറ്റു. ആട്ടാണല്ലോ ഭഗവാൻ രാവിലത്തെ. ഗുഡ് മോർണിംഗ്. ചൊടിച്ചിട്ടാണ് ആൾ എണീറ്റത്. ഇനിയിപ്പോൾ എനിക്ക് മൂടെല്ലാം ഒന്ന് സെറ്റ് ആക്കണം. ഇത്തും വൈത്തറെല്ലാം കൂടെ ഇപ്പോൾ പടക്കം വാങ്ങിക്കാൻ പോകും നാളെ വിഷുവിന്. നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പം ഞാനെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അമ്മ ഉച്ചക്കത്തെ പണികളിലേക്ക് കടന്നു അല്ലേ. അവിടെ മീൻ വാങ്ങിയിട്ടുണ്ട്. അരി അടുപ്പത്ത് വെച്ചു. ആ, ഇനി നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. മീനും എന്താ മത്തിയല്ലേ? മത്തിയല്ലോ. ചെമ്മീനുണ്ടാ? ആ, അങ്ങനെ. പിന്നെ ചൂട് കാരണം എനിക്ക് അടുക്കളയിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു അന്നത്തെ എൻ്റെ ഒരു മെയിൻ എയിം. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത്തൂന് നമ്മൾ വിഷുക്കോടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസം ബാക്കിയുള്ള ദിവസം ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. അതായിരുന്നു എടുക്കാൻ പറ്റാഞ്ഞ്. അങ്ങനെ നമ്മൾ വിഷുക്കോടി എടുക്കാൻ ഞാനും ബൈത്തേട്ടനും ഇത്തും എല്ലാം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ട് ഇറങ്ങി. വിഷുക്കോടി നമ്മൾ ശോഭികയെ നാട്ടെടുത്തത്. ശോഭിക നമ്മൾ കാസർഗോഡ് പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോഴും ഇത്തുവിൻ്റെ കുട്ടിക്കുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര നല്ലതായി തോന്നി. അവിടെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇതിനേക്കാളും ടോയ്സും റൈഡ്സും കുറച്ച് സാധനങ്ങളൊക്കെ പ്ലേ ഏരിയയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ അതൊക്കെ ഭയങ്കര കുറഞ്ഞു. ഒന്നെങ്കിൽ പൊട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അവരെടുത്ത് മാറ്റിയതായിരിക്കും. ഒരു 4-5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തൂന് ഭയങ്കര ഇഷ്ടമാണ് ശോഭികയിൽ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരാൻ. അവൾ ആദ്യം വന്നാൽ കിഡ്സിൻ്റെ ഈ പ്ലേ ഏരിയയിലേക്കാണ് വരിക. കുട്ടികൾക്ക് എന്തായാലേ അവർക്ക് എന്ത് ഡ്രസ്സ് വന്നു. അങ്ങനെ ഞങ്ങൾ ഇത്തൂന് ഒരു നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു നല്ലൊരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്തൂനിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോ വെക്കാട്ടോടെ ആ ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ഇത്തൂനെ കളിപ്പിച്ചു. ഒക്കെ ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട്. പക്ഷെ കുട്ടികളൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ടോയ്സ് ഒക്കെ കുറവായിരുന്നുകൊണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ 3ആളുടെയും OOTD. ഒരുപോലില്ലേ, ഗ്രേ ബ്ലാക്ക് വൈറ്റ്. പിന്നെ നമ്മൾ താഴെ ബില്ലടിക്കാൻ വൈകിട്ട് ബില്ലടിക്കാൻ പോയപ്പോൾ ഞാനും ഇത്തും കുറച്ച് വിൻഡോ ഷോപ്പിംഗ് നടത്തി. കൂളിംഗ് ഗ്ലാസ്, കമ്മൽ, മാല, വള, അങ്ങനെ സാധനങ്ങൾ, അങ്ങനെ അത്തരം ചില സാധനങ്ങൾ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇവിടത്തേക്ക് ആ പടക്കം വാങ്ങിക്കാനായിരുന്നു. ഏഷ്യൻ പടക്കമല്ല, എന്താണ്, ഇന്ത്യൻ പടക്കം. ഇതിവിടെ വന്ന പുതിയ പടക്കക്കട കേട്ടോ. നമ്മൾ കാസർഗോഡ് നിന്ന് മേൽപ്പറമ്പിലേക്ക് പോകുമ്പോൾ ചളിയങ്കോടിൻ്റെ അടുത്തുള്ളത്. ഇപ്രാവശ്യം പണ്ടൊന്നും ഞാനിത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പടക്കങ്ങൾക്കെല്ലാം
ഒരു പേരുണ്ട്. അത് ഞാൻ ഇപ്രാവശ്യമാണ് കണ്ടുപിടിച്ചത്. ഇത് പുതിയ പടക്കാന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യൻ എനിക്ക് തന്നത്. പീകോക്ക്, റെഡ് ആൻഡ് ഗ്രീൻ ലൈറ്റ്സ് വരുന്നത്. പിന്നെ ബട്ടർഫ്ലൈ, ഇങ്ങനെ തുള്ളിപ്പറന്ന് പൊട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇത്തും കൂടെ ജിമ്മിൽ പോയി. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആഡ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് വർക്കൗട്ട് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഗിൽറ്റായിരുന്നു. നമ്മളിങ്ങനെ രാവിലെ 9 to 5 ജോബ്, അതിന് ശേഷം വീട്ടിൽ വന്നു, നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ലൈഫിൽ. എനിക്ക് കുറച്ച് ദിവസമെങ്കിലും ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അതിന് ഞാൻ വളരെ നന്ദി പ്രകടിപ്പിക്കുന്നു ദൈവത്തോട്, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഇത്തുവിന് അവിടെ ബോളായിരുന്നു മെയിൻ അട്രാക്ഷൻ. ബോൾ അങ്ങോട്ട് ഉരുട്ടി കളിക്കുന്നു, ഇങ്ങോട്ട് ഉരുട്ടി കളിക്കുന്നു. വൈകുന്നേരം പോയതുകൊണ്ട് ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇത്തു എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ ഇതിന് ശേഷവും വെള്ളവും ടവലും കൊണ്ടുതരാന്ന് പറയുമ്പോൾ ഇത്തു എനിക്ക് വെള്ളവും ടവലൊക്കെ കൊണ്ടുതരുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 1.5 hour വർക്കൗട്ട് കഴിഞ്ഞിട്ട്, ഞാൻ ആക്ച്വലി ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വരാറ്. ഇതാണ് എൻ്റെ ജിം ട്രെയിനർ ഷിഹാബ്, SK ജിമ്മിലാണ് വരുന്നത് ഞാൻ. അപ്പോൾ ഇത്തു ഒരു ദിവസം വന്നിട്ട് തന്നെ കണ്ടു, എൻ്റെ മസിൽ കോഴിമുട്ട പോലെ ഇല്ലേ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഫ്രഷായി വിഷുവിൻ്റെ കുറച്ച് പരിപാടികളിലേക്ക് ഞങ്ങൾ പോയി, ഞാനും അമ്മയും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ പുറത്ത് നല്ല ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മാമനും മക്കളും എല്ലാം കൂടെ എന്താണ് പരിപാടി, പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആക്ച്വലി ബൈത്തടൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് നീ പൊട്ടിക്കുമെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പാർവയും കൂടിയിട്ടാണ് പൊട്ടിച്ചത്. ചില്ലക്ക് ഭയങ്കര പേടിയാണ്. ചില്ല ഒരു 2-3 കിലോമീറ്റർ ദൂരാണ് ഈ മറ്റേ കമ്പിത്തിരി പൂത്തിരി, നമുക്ക് എല്ലാം പേടിയാട്ടോ. ആക്ച്വലി കുട്ടികൾക്ക് ഈ ഇങ്ങനത്തെ സാധനം കുറച്ച് പേടി വേണം. ഇത്തൂന് കഴിഞ്ഞ പ്രാവശ്യം ഈ പടക്കൊല്ലം പൊട്ടിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാ പടക്കവും കയ്യിൽ വാങ്ങി പൊട്ടിക്കുമായിരുന്നു. പടക്കം ഇൻ ദ സെൻസ് കമ്പിത്തിരി പൂത്തിരിയാണ് ഞാൻ ഈ പടക്കമായി ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പൊട്ടുന്നൊന്നും വാങ്ങിയിട്ടില്ല, പിള്ളേരുള്ളതുകൊണ്ട് കുറച്ചൊന്ന് വലുതായി വാങ്ങിക്കാന്ന് ചോദിച്ചു. ഞാനൊക്കെ മറ്റേ ഈ പറങ്കി വെടിയില്ല, റെഡ് സാധനം, അതൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കായിരുന്നു. ബിക്കോസ് ഞാൻ വളർന്നത് മുഴുവൻ ബോയ്സ് ആണ്, എൻ്റെ കസിൻസ് അധികവും. അതുകൊണ്ട് ഇവരൊക്കെ കൂടെ കൂടിയിട്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ശീലമാണ്. പിന്നെ നമ്മൾ പിള്ളേരെയും എല്ലാവരെയും സേഫ്റ്റി വിചാരിച്ചിട്ട് അങ്ങനത്തെ സാധനമൊന്നും ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവരിൽ എന്തായാലും കുറച്ചുകൂടെ വലുതായില്ല, ഇൻവോൾവ് ആവുമെന്ന് വെച്ചിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ, പീകോക്ക് എല്ലാം പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പം നിങ്ങൾ കാണുന്നത് പീകോക്കാണ് ഗൈസ്. അല്ല, പീകോക്ക് അല്ല, മറ്റേ കടുകോ മസ്റ്റേർഡ് ബോംബോ അങ്ങനത്തെ എന്തോ ഒരു സാധനം പറഞ്ഞ് തന്നെയാണ്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, ടൊട്ടോ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ പീകോക്ക് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ പീകോക്ക് ഷേപ്പിൽ വന്നൊരു ഇല്ല നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് പീകോക്ക്. അല്ല, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ബട്ടർഫ്ലൈ. ഇതിങ്ങനെ പറന്നുപോയി പൊട്ടുന്നാണ് ആള് പറഞ്ഞത്. പക്ഷെ പറന്നുപോയി പൊട്ടിയില്ല. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഇത്ര അടുത്താണ് ഗൈസ് റെയിൽവേ ട്രാക്ക്. നമുക്ക് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, മറ്റേ ഫുൾ ട്യൂബ് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പീകോക്ക് പക്ഷെ എനിക്ക് ഈ ബട്ടർഫ്ലൈ പടക്കം അവർ പറഞ്ഞ പോലെ പൊട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ വെക്കുന്ന ആംഗിൾ തെറ്റാണോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 10-15 ആംഗിൾ പിടിച്ചു നോക്കി. പക്ഷെ എങ്ങനെയും ഈ ബട്ടർഫ്ലൈ എനിക്ക് വർക്കൗട്ട് ആയില്ല. ആരെങ്കിലും ഇപ്രാവശ്യം ബട്ടർഫ്ലൈ വാങ്ങിയിട്ട് അത് കറക്റ്റായി പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. അപ്പോൾ ഇത് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു നല്ല വ്ളോഗായിട്ട് കാണാം. ബൈ.